നമുക്ക് ഇതേപോലെ ഒരു കുട്ടനാടൻ പോത്തുവട റെഡിയാക്കിയാലോ. ഈ പേര് കേൾക്കുമ്പോൾ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. ഇത് ഷാപ്പുകളിൽ മാത്രം കാണുന്ന സാധനമാണ് കേട്ടോ. അല്ല, സ്ലൈസ് ചെയ്ത ബീഫൊക്കെ ഇട്ട് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് ഒരു കിടിലൻ സാധനം. പോത്തുവട റെഡിയാക്കണ സ്റ്റൈല് ആ വീഡിയോ ഒന്ന് കാണണ്ടേ? ഇപ്പൊ ഫുൾ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. ആ കാണുന്നതിന് മുന്നേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. പറഞ്ഞിട്ടില്ല, ഇതേപോലെ പോത്തിന്റെ ഒരു പീസ് അത് വെള്ളം ഒഴിച്ച് കവർ ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇടിച്ച വെളുത്തുള്ളി, ഇടിച്ച ഇഞ്ചി, നമുക്കത് ഓൺ ചെയ്യാം കേട്ടോ. നമുക്കത് കവർ ചെയ്യാം കേട്ടോ. നമ്മുടെ ബീഫ് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിനൊരു 6 മണിക്കൂറോളം അത് ഇങ്ങനെ തിളക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ജ്യൂസി ബീഫാവും, നല്ല ടേസ്റ്റും നല്ല ഉണ്ടാവും. നമ്മുടെ ബീഫ് റെഡി ആയിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിനി ആ ബീഫ് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അത് നന്നായി തണക്കട്ടെ. അത് നമുക്ക് സ്ലൈസ് ചെയ്യാം. നമ്മുടെ ബീഫ് നന്നായി തണുത്തുണ്ട് കേട്ടോ. നമുക്ക് സ്ലൈസ് ചെയ്യാം. നമ്മൾ ബീഫ് കട്ട് ചെയ്യുമ്പോൾ നോക്കി ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബറായിരിക്കും. ഇതിൻ്റെ ടിപ്പ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ, ഷോർട്സിൽ. നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഈസി ആവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വയ്ക്കാം, അല്ലെങ്കിൽ തലേദിവസം വയ്ക്കാം. അതല്ലെങ്കിൽ ഫ്രീസറിൽ 1 മണിക്കൂർ വയ്ക്കുക. അതെന്ത് കട്ട് ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ കുറച്ചുകൂടി കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പൊടിക്കും. നമുക്ക് ഇതേപോലെ ചട്ടിയാണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മീഡിയം ചൂടിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകേണ്ട കേട്ടോ. നമുക്ക് കുറച്ച് കടുക് കിട്ടും. കടുകോടെ കിടന്നിട്ട് പൊട്ടട്ടെ. നമുക്ക് തേങ്ങക്കൊത്ത് അരിക്ക് ചേർക്കാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാറായിരിക്കും. നമുക്ക് വെളുത്തുള്ളി ഇടിച്ചത് ഒരു 6 എണ്ണം സ്കിന്നോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് കുറച്ച് ഇങ്ങനെ കീറിയിട്ട മിളക് ഇളക്കി. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വാടിയുണ്ട്. അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് സബോള സ്ലൈസ് ചെയ്തത് നമുക്കിനി സബോള അത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു മുരിഞ്ഞ് ആ ഗോൾഡ് കളറിലെത്തുന്ന പോലെ. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വേപ്പില നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ സബോള നന്നായിട്ട് നോക്കിയേ ഗോൾഡൻ കളറായി കേട്ടോ. മഞ്ഞപ്പൊടി നമുക്കതൊന്നും അങ്ങോട്ട് ഇളക്കാം കേട്ടോ. നമുക്കിനി ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച്
ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫെനൽ സീഡ് ഇങ്ങനെ ഇടിച്ചത്, നമുക്ക് ഇതേപോലെ ക്രഷ് ചെയ്ത് വെച്ച ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുരുമുളക് പൊടിയെ നമുക്ക് നമ്മുടെ മല്ലിയില ചോപ്പ് ചെയ്തത്, നമുക്കിനി അത് മിക്സ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് സൂക്ഷിച്ച് കളക്കാട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. പിന്നെ അത് അവിടെ കിടന്ന് അങ്ങോട്ട് ഇച്ചിരി ഒന്ന് മുരിക്കട്ടെ, ആ സ്പൈസസ് ഒക്കെ മീറ്റിലേക്ക് നന്നായിട്ടാണ്ട് പിടിക്കട്ടെ. ഓക്കെ, അതിൽ വെള്ളം കൂടെ ഉണ്ടോ? അത് കിടിലൻ സാധനമാണ് കേട്ടോ. നമുക്ക് കുറച്ച് മല്ലിയിലൂടെ അതിൻ്റെ മുകളിലിട്ട് ഫിനിഷ് ചെയ്യും. നാരങ്ങനീരോടെ അങ്ങോട്ട് മുകളിൽ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പൊ പോത്തോറ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് നോക്കിയാലോ. ഓക്കെ, കിടിലം ബീഫ് സ്ലൈസ് ചെയ്തത്. ഓക്കെ, സൂപ്പർ. ടെൻഡർ ആണ്, സോഫ്റ്റ് ആണ്, അത്യാവശ്യം നല്ല എരിവുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് വന്നുകൊണ്ട് അതിനൊന്ന് കുറയ്ക്കാനുണ്ട്. തേങ്ങക്കൂത്ത് എല്ലാം കൂടി വരുമ്പോണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഷാപ്പിലത്തെ കറി തന്നെയാണ്. അതിനൊരു എരിവും ഒക്കെ ഉണ്ടായാലും അതിന്റെ ഒരു ഇത് ഷാപ്പിലെ കറി ആവുള്ളൂ. ഒക്കെ ഇതിലുണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളിത് ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തേക്കണേ, പിന്നെ കമന്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ കമന്റ്സ് അല്ലേ എൻ്റെ ഒരു പ്രചോദനം. അതിന്റെ ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. പിന്നെ എങ്ങനെ തിന്നണ്ടേ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെയാന്ന് ഇങ്ങനെ എടുത്തിട്ട് തിന്ന് ആസ്വദിച്ചിടണം. പുതിയ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ബൈ.